നമസ്കാരം. പ്രവാസിനെ അടുത്ത മാലപ്പടക്കമായിട്ട് പ്രവാസ് വന്നിട്ടുണ്ട്. രാജാ സാഹിബ് എന്ന് പറഞ്ഞ പടം, അതിൻ്റെ ട്രെയിലർ ഇറങ്ങി. അതിൻ്റെ ട്രെയിലർ റിയാക്ഷനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത മാലപ്പടക്ക കിഡിലെ മാലപ്പടക്കം. പ്രവാസ് കോമഡി പീസാണെന്ന് മനസ്സിലായി ആ പടത്തിനത്. അതായത് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി ഒരു പ്രേതപ്പടമൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. പ്രഭാസിൻ്റെ പ്രേതപ്പടമാണ് ഇത്. മിക്കവാറും കോമഡി പടമായിരിക്കും. സത്യം പറഞ്ഞാൽ പ്രവാസിൻ്റെ ബാഹുബലിക്ക് ശേഷം 2 ബാഹുബലി ഇതില്ല, ഫസ്റ്റ് സെക്കൻഡ്. ഇതിന് ശേഷം പ്രവാസിന് ഒരു ഹിറ്റ് ഉണ്ടായിട്ടില്ല. പറയുമ്പോൾ കളക്ഷൻ കിട്ടിയെന്നൊക്കെ പറയും. ഈ സലാറൊക്കെ പൂറ പടമായിരുന്നു. KGF തന്നെ എടുത്ത് വെച്ച പടം. അത് അടുത്തത് കോമഡി പടമാണ് രാജാ സാഹിബ് മുറ്റു കോമഡിയാണ്. കാരണം പ്രേതപ്പടമാണ്. ആ ട്രെയിലർ കണ്ടിട്ട് ചിരി വന്നിരിക്കാൻ വയ്യ. എന്തിനും ഇവർക്ക് വേണ്ടി ഇത്ര കാശ് മുടങ്ങാൻ അറിയിക്കുന്നത്? 500 400 കോടിയൊക്കെ മുടക്കി പണം ചെയ്യും. എന്നിട്ട് എന്ത് കോമാളത്തിലാണ് കാണിച്ചു വയ്ക്കുന്നത് ഇത്രയും കോടിയൊക്കെ മുടക്കിയിട്ട്? അതെനിക്ക് മനസ്സിലാകാതെ. അത് പ്രവാസനം കൊടുക്കാൻ നല്ല 150 കോടി വേണം. ആ ഗ്രാഫിക്സൊക്കെ കണ്ടിട്ട് എന്താ കോമഡി പീസാണ്. ഗ്രാഫിക്സൊക്കെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. പ്രേതത്തിനെ കണ്ടിട്ടും ഗ്രാഫിക്സൊക്കെ കണ്ടിട്ട് ഇത്രയും കോടിയുടെ മുടക്കി ഇറക്കാൻ വൃത്തിയായിട്ടൊക്കെ ചെയ്യണ്ടേ? നമ്മൾ കണ്ടോ, നമ്മുടെ ദുൽഖർ സൽമാൻ 30 കോടിക്കാണ് ലോക ഇറക്കിയത്. ആ പടം കണ്ടോ, 300 കോടിയുടെ പകിട്ടാ പടത്തിന്. അങ്ങനെ വേണം പടം ചെയ്യാനായിട്ട്. അല്ല 400-500 കോടി പടം എടുത്തിട്ട് കാര്യമില്ല. അത് വൃത്തിക്ക് ചെയ്യണം. അതിൻ്റെ ആ ഗ്രാഫിക്സും എല്ലാം വൃത്തിക്ക് ചെയ്യണം. ഇത് ഭയങ്കര കോമഡി ആയിട്ട് കാണിക്കുന്നത്. ഇത് അടുത്ത പൊട്ടും, ഒരു സംശയമില്ല. പ്രവാസിന് അടുത്ത മാലപ്പടക്കമാണ്. ബാഹുബലിക്ക് ശേഷം പ്രവാസിന് ഒരു ഹിറ്റ് ഉണ്ടായിട്ടില്ല, ഒരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടായിട്ടില്ല. ഈ പടം പൊട്ടും, ഉറപ്പ് കാര്യം. ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പടം പൊട്ടുമെന്ന്. കോമഡി പടമായിരിക്കും. കേരളത്തിൽ ഓടത്തേ ഇല്ല ഇത്. അവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടെ ഏത് കൂറപ്പടമുള്ള അവിടെ പ്രോത്സാഹിപ്പിക്കില്ല. അവിടെ അവർക്ക് പാട്ടും ഡാൻസും കുറെ ആക്ഷനും മതി. ഇത് ആക്ഷൻ കമേഴ്ഷ്യൽ പടമായിട്ട് ഇറക്കിയാലും മതിയായിരുന്നു. ഇത് പക്ക പ്രേതപ്പടമാണെന്ന് തോന്നുന്നു. പ്രവാസ് പ്രേതമായിട്ടുള്ള കുറെ ഫൈറ്റും പരിപാടിയൊക്കെ ആയിരിക്കും. മുറ്റു കോമഡി ആയിരിക്കും പടം. എന്തായാലും ഈ പടം പൊട്ടും. പ്രവാസിന്റെ കാര്യം തീരുമാനമായി ഈ പടത്തിലൂടെ. പക്ഷെ എത്ര പൊട്ടിയാലും അവർക്കൊക്കെ പടം ചെയ്യാൻ ആളുണ്ട്, അവരൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പടവും ഉണ്ട്, കോടികൾ മുടക്കുന്ന ആൾക്കാരുണ്ട്. ഇതാണ് ഈ കുഴപ്പം. നല്ല പടങ്ങളൊക്കെ ഇറക്കി വിടുക. ഈ തെലുങ്കന്മാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അവർക്ക് തമിഴ് തെലുങ്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പാട്ടും ഡാൻസും കുറെ സ്റ്റൈലിഷൊക്കെ മതി. ഈ പടം പൊട്ടും 100%. അവിടെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി. ജനുവരി 9 റിലീസ്.